അപ്പോൾ ഇന്ന് നമ്മുടെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മഴ ദിവസമാണ് ഗേസ്. ഇതാ നമ്മുടെ കുറേ നാളുകൾക്ക് ശേഷം ഇതാ ഒരു മഴ കിട്ടാൻ പോവുകയാണ് ഗേസ്. നോക്കൂ, പക്ഷെ ഇവിടെ മഴയില്ലായിരുന്നു. ഇവൻ്റെ വീട്ടിലൊക്കെ നല്ല മഴയായിരുന്നു, പക്ഷെ ഇവിടെ മഴയില്ലായിരുന്നു. ഇതാ നോക്കൂ ഗൈസ്. അപ്പം ഇന്ന് നമ്മുടെ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് കുറച്ചൊക്കെ കഴിഞ്ഞില്ല, ഒരു സീനേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി ഇല്ല, ഒരു സീൻ എന്തിനാട്ടെ. അപ്പോൾ അത്രേ കഴിഞ്ഞിട്ടുള്ളൂ, ഇനിയും കിടക്കുകയാണ് സീനുകളൊക്കെ. ഇഷ്ടം പോലെ സീൻ ഷൂട്ട് ചെയ്യാനുണ്ട്. നല്ല കാറ്റാണ് കേട്ടോ, എന്ത് തണുപ്പാന്ന് അറിയോ. അതെ മേഘമൊക്കെ ഒന്ന് നോക്കി കറുത്ത് ഇതായിട്ടിരിക്കുക, കറുത്തിരിക്കുക ഗൈസ്. പിന്നെ താഴത്തേക്ക് നോക്കുക, ഒരു ഇപ്പോൾ സമയം എത്രയാണ് എന്തു സമയം 4:30 ആയിട്ടുള്ളൂ. 4:30 ആയപ്പം ഇത് നോക്ക്, രാത്രി ഒരു സന്ധ്യയായി. തെറ്റാ, 4:30 ആയപ്പം സന്ധ്യയായി ഗൈസ്. നോക്ക്, ആ ഒരു ഫീലാണ്. ഇത് അവിടെ നോക്കൂ, സൂമിറ്റ്. നന്ദു അതിൻ്റെ മണ്ടയ്ക്ക് എറിയിപ്പുണ്ട്, എന്താണെന്നറിയില്ല. അപ്പം കുറേ നാൾക്ക് ശേഷമാണ് വീഡിയോ ഇടുന്നതല്ലേ നമ്മൾ. എന്താണ് പറ്റിയെന്ന് അതെ, വീഡിയോ നമ്മൾ കുറേ നാൾക്ക് ശേഷം ഇടുന്നു. അതായത് നമ്മൾ ലാസ്റ്റ് ഞാൻ ഇന്നലെ ഇട്ടായിരുന്നു, അത് പക്ഷേ വീഡിയോ അല്ലായിരുന്നു. അതായത് എന്തുകൊണ്ടാണ് വീഡിയോ ഇടാത്തതെന്നുള്ളതിനുള്ള ഒരു മറുപടിയായിരുന്നു. അപ്പം ഇതിപ്പം എന്താണ്, ചുമ്മാ ഇട്ടാണ് കേട്ടോ. മഴ വന്നു, ഞങ്ങൾ ചുമ്മാ ക്യാമറയും പിടിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. ഇതാ അതൊന്നും നോക്കി, നല്ല കിട്ടില്ല കറുത്ത്. ഇനിയാണോ കറുത്ത് കണ്ട, ഇത് കണ്ടോ. ചിക്കൻ ലെഗ് പീസ് അല്ലേ. എന്ത് ചളിയോട് ചളി. നന്ദുവിൻ്റെ തല തേങ്ങ വീഴുന്ന ഭാഗ്യം. അപ്പം ഇപ്പം എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നാളെ അല്ലേ നമ്മുടെ ഷൂട്ടിങ്. അത് നാളെ എന്തൊക്കെ സീനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്? സീൻ പറയല്, അല്ലാതെ എന്തൊക്കെ ഇതാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതായത് ഇപ്പം ഇനി നാളെ അല്ലേ ഗോസ്റ്റിൻ്റെ സീനൊക്കെ. അതെ, വേറെ ഒന്നും ഞങ്ങൾ പറയുന്നില്ല, എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പം നമ്മൾ എന്നാ ഇറക്കുന്നതെന്നാ വെയിറ്റ് മെയ് 15 ഫസ്റ്റ് പാട്ട് ഇറക്കും. പിന്നെ കുറച്ച് ലേറ്റ് ആയിരിക്കും, ഒരു ജൂൺ 2-ന്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ, ഗോ ടു വെയിറ്റ് എന്ന് പറയുന്നത് ഒരു ഷോർട്ട് ഫിലിം എന്ന് പറയാൻ പറ്റില്ല. അതായത് ഒരു മൂവി എന്ന് വേണമെങ്കിൽ പറയണം വെച്ചാൽ 1 മണിക്കൂറാണ്. ശരിക്കും പറഞ്ഞാൽ 1 മണിക്കൂർ എന്ന് പറയുമ്പം മൂവി ആണെങ്കിലും അത് മൂവി എന്ന് പറയാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ തിയേറ്ററിലൊന്നും ഇറങ്ങുന്നതല്ല, മൂവി എന്ന് പറയാൻ പറ്റത്തില്ല. എങ്കിലും ദ ബിഗ് ഷോർട്ട് ഫിലിം എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് വെച്ചാൽ ഏറ്റവും വലിയ ഷോർട്ട് ഫിലിം നമ്മൾ ചെയ്തതിൽ ഏറ്റവും വലിയ ഷോർട്ട് ഫിലിം അത് നമ്മുടേതാണ്, നമ്മൾ ചെയ്യുകയാണ്. അപ്പോൾ അതാണ് നമ്മൾ ആകെ ചെയ്തിട്ടുള്ള 5, 8, 10, 15 മിനിറ്റിൻ്റെ ഷോർട്ട് ഫിലിം മാത്രമാണ്. 6 മിനിറ്റ് അത്ര ചെയ്തിട്ടുള്ളൂ. അപ്പം ഇതെന്ന് വെച്ച് ഞങ്ങളുടെ റിസ്യൂസ് എന്ന ചാനലിലെ ഒരു ഡ്രീം പ്രൊജക്റ്റാണ്. ഇത് ചെയ്ത് ഇല്ലെങ്കിൽ ഞങ്ങൾ റിസ്യൂസ് എന്ന ചാനൽ തുടങ്ങുകയില്ല. എന്ന് വെച്ചാൽ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ഇത്രയും അങ്ങനെയല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പ്ലാൻ ചെയ്ത് പിന്നെ റിസ്യൂസിൽ ഒരു വീഡിയോസ് പോലും വന്നിട്ടില്ല. അപ്പോൾ അത്രയും കഷ്ടപ്പെടുന്നുണ്ടെന്നാണ് ഇതിലുള്ള സൂചന. അല്ലാതെ നമ്മൾ വീഡിയോ നിർത്തിപ്പോയതോ അല്ല, അതൊന്നും അല്ല. വീഡിയോസ് ഒന്നും ഇടാത്ത അറിയാമല്ലോ, കഷ്ടപ്പാട് വേണം. ഇത് നല്ല കാറ്റാണ് കണ്ട. ഇപ്പൊ നമുക്ക് ഷോർട്ട് ഫിലിം, അതായത് നമ്മുടെ ഗോ ടു വെയിറ്റിന്റെ സെക്കൻഡ് പാർട്ടിന് പറ്റിയ ഒരു ആംബിയൻസ്, ഒരു കിഡിലൊരു ആംബിയൻസ് ആണ്. ഇത് കണ്ടില്ലേ, നമുക്ക് ആ തെങ്ങൊക്കെ കിടന്നാടുന്നു. പിന്നെ ആകാശത്ത് മൊത്തം കറുത്ത ഇത്. അത് നമുക്ക് ലെന്ത് കൂടുക, നമുക്ക് വീഡിയോ നടത്താം. ലെന്ത് കൂടി അപ്പൊ നമുക്ക് നടത്താം, വീഡിയോ നടത്താം. 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പം വൈൻഡ് അപ്പ് ചെയ്തോളൂ. എന്താണ്, ചുമ്മാ നമ്മൾ വന്നു, ചുമ്മാ വീഡിയോ എടുത്തു, ചുമ്മാ മഴയുടെ വീഡിയോ എടുത്തു. ആൾക്കാരൊക്കെ വിചാരിക്കും ഇത് മഴ എന്താ നിങ്ങൾ ആദ്യമായിട്ടാണോ കാണുന്നതെന്നൊക്കെ വിചാരിക്കും. അവിടെയൊക്കെ ആരെങ്കിലും മഴയുടെ അങ്ങനെ മഴ റിവ്യൂ എന്ന് പറഞ്ഞ പോലെ ആരെങ്കിലും ഇടാറുണ്ടോ? ഇല്ല. അപ്പം നമ്മൾ ചുമ്മാ ഇരുന്നപ്പം ചുമ്മാ ഒരു രസത്തിന് ഇട്ടതാണ്. അപ്പം ഇവിടെയൊക്കെ നല്ല വൈബ്. എന്നാ കാറ്റാണെന്ന് അറിയാം കേസ്. അപ്പം നമ്മുടെ വീഡിയോ അതിൻ്റെ പി ചന്തു അപ്പൊ എല്ലാവർക്കും ബൈ ബൈ.